ഇതുപോലെ വായിച്ച് നിർത്തിയോടെ വെച്ച് നിങ്ങളും പേജ് മടക്കി വൃത്തികേടാക്കുന്നവരാണോ? എന്നാ വാ നമുക്കൊരു ക്യൂട്ട് ബുക്ക് മാർക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്തേലും ഒരു പേപ്പർ എടുത്ത് അതൊന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ പെൻസിൽ വെച്ചിട്ട് പൂവും കായും ഇലയും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. പെയിൻറ്റ് കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ റൗണ്ട്സ് ഇട്ട് കൊടുക്കാവേ. ഞാനിവിടെ പർപ്പിളും പിങ്കും ഷെയ്ഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. പെയിൻറ്റ് ഉണങ്ങിയിട്ട് നേരത്തെ വരച്ചതിൻ്റെ മുകളിലൂടെ മാർക്കർ വെച്ച് വരച്ചു കൊടുക്കാം കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സ് ആയേ. എനിക്കത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. നന്ദി മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ, ഞാൻ ഗീവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ദേ ഈ ഇടയായിട്ട് നിങ്ങൾ സ്ഥിരം എൻ്റെ വീഡിയോസിൽ കാണാറുള്ള ആ ലേസ് ഇല്ലേ, അത് തന്നെയാണ് ഇന്നും എടുത്തേക്കുന്നത്. എന്താണെന്നറിയില്ല, അതിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. അത് ആ ബോർഡർ ഫുൾ ഒട്ടിച്ചു കൊടുത്തപ്പോൾ നല്ലൊരു എസ്തെറ്റിക് ലുക്ക് വന്നില്ലേ. ഒരു വൈറ്റ് റിബണിൽ എൻ്റെ സ്വന്തം കോഴിയുടെ തൂവലും 2 വുഡൻ ബീഡ്സും കൂടെ വെച്ചിട്ട് ഇതുപോലെ കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ബുക്ക് മാർക്കായിട്ട് ഉപയോഗിക്കുക. ഇനി ബുക്ക് മടക്കി വൃത്തികേടാക്കണ്ട. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ.